അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ മോഡൽ പേപ്പറാണ് നോക്കുന്നത്. ആദ്യത്തെ പ്രവർത്തനം ചേർത്ത് എഴുതുക. ബ്രാക്കറ്റിൽ നിന്ന് താഴേക്ക് ചേർത്ത് എഴുതി കൊടുക്കുക. 1. ഫറളിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് പറയും. ഫറളിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് പറയുന്ന പേര് മുസ്തഅമൽ. 2. ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും. ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും ഒഴിവാക്കിയാൽ കൂലി ലഭിക്കുന്നതും ഏതാണ്? കറാഹത്ത്. 3. ആദ്യത്തെ തശഹുദ് ഓതൽ. ആദ്യത്തെ അത്തഹിയാത്ത് ഓതൽ എന്താണ്? അബ്അദ് സുന്നത്താണ്. അബ്അദ് സുന്നത്തിൻ്റെ വീഡിയോ കാണാത്തവർ അത് പോയി കാണുക. അബ്അദ് സുന്നത്ത് ഏതൊക്കെയാണ്, അതെങ്ങനെ തിരിച്ചറിയുക എന്നൊക്കെ പറയുന്നുണ്ട്. 4. റമളാനിലെ ഓരോ രാത്രിയിലുമുള്ള പ്രത്യേക നിസ്കാരമാണ്. ഏതാണ്? ഖിയാമുർ റമളാൻ, അതായത് തറാവീഹ്. തറാവീഹ് എന്നതിൻ്റെ മറ്റൊരു പേരാണ് ഖിയാമുർ റമളാൻ. അതൊക്കെ ചോദ്യം വരും കേട്ടോ. 5. ഹൈള്, നിഫാസ് എന്നിവ ഉള്ളവർക്ക് നോമ്പിൻ്റെ വിധി. ബ്രാക്കറ്റിൽ കാണാം ഹറാം. 6. കുളിക്കും വുളൂഇനും പകരമാണ് ഡാഷ്. എന്ത്? തയമ്മു. 2ാമത്തെ പ്രവർത്തനം ശരി അടയാളപ്പെടുത്താം. ഇങ്ങനൊരു പ്രവർത്തനം ഉണ്ടാകാറുണ്ട്. ചോദ്യം 1. പല്ലിൽ നീളത്തിൽ മിസ്വാക്ക് ചെയ്യൽ. പല്ലിൽ നീളത്തിൽ മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. അതിന് വിപരീതമാക്കൽ കറാഹത്താണ്. 2. സ്ത്രീകൾക്ക് സുന്നത്തില്ല. ഓപ്ഷൻ ഉണ്ട് ബഅത്ത്, ഇഖാമത്ത്. ശരിയായത് ബാങ്കാണ്. സ്ത്രീകൾക്ക് ബാങ്ക് സുന്നത്തില്ല. 3. ഒരു മുദ്ദ് എത്രയാകുന്നു? ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഓപ്ഷൻ ഉണ്ട് 800 മില്ലി ലിറ്റർ, 500 മില്ലി ലിറ്റർ, 100 മില്ലി ലിറ്റർ. ശരിയായത് 800 മില്ലി ലിറ്ററാണ്. ചോദ്യം 4. നിഫാസിൻ്റെ ഏറ്റവും കുറഞ്ഞ സമയം. ഓപ്ഷൻ ഉണ്ട് 40 ദിവസം, 1 സെക്കൻഡ്, 1 പകൽ. കുറഞ്ഞത് 1 സെക്കൻഡാണ്. ശരിയായത് 1 സെക്കൻഡ്. 5. ഖുതുബയുടെ ഫർള്. ശരിയായത് തിരഞ്ഞെടുക്കുക. അറബി ഭാഷയിൽ ആരിക്കൽ, ശ്രദ്ധിച്ചു കേൾക്കുക, അള്ളാഹുവിനെ സ്തുതിക്കുക. ശരിയായത് അള്ളാഹുവിനെ സ്തുതിക്കുക. അതാണ് ഖുതുബയുടെ ഫർള്. ഇനി പൂർത്തിയാക്കാം. 1. നവൈതു സൗമ ഗദിൻ ഡാഷ് ലില്ലാഹി തആല. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. 2. റബ്ബി ഗ്ഫിർലി ഡാഷ് വആഫിനി. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വറസുഖ്നി വഹ്ദിനി വആഫിനി. 3. അഖാമഹ ഡാഷ് അഹ്ലിഹ. പൂർവിച്ചു കൊടുക്കാം. അഖാമഹല്ലാഹു വ അദാമഹ വ ജഅലനി മിൻ സ്വാലിഹി അഹ്ലിഹ. 4. അസ്സിവാക്കു മത്ഹറത്തുൽ ലിൽ ഫമി ഡാഷ്. അസ്സിവാക്കു മത്ഹറത്തുൽ ലിൽ ഫമി മറല്ലാത്തുൽ ലിർറബ്ബി. അതിൻ്റെ അർത്ഥം കൂടെ പഠിച്ചു വെക്കണം. പല്ല് തേക്കൽ വയശുദ്ധിയാക്കുന്നതും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാകുന്നു. ഒറ്റവാക്കിൽ എഴുതാം. 1. ജംഉം ഖസ്റും അനുവദനീയമല്ലാത്ത നിസ്കാരം. ജംഉം ഖസ്റും അനുവദനീയമല്ലാത്ത നിസ്കാരം സുബ്ഹ് നിസ്കാരം. അവിടെ കുട്ടികൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ളുഹർ അസറിലേക്കും മഗ്രിബ് ഇശായിലേക്കും നിസ്കരിക്കാം. പക്ഷേ സുബ്ഹ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കഴിയില്ല. 2. സക്കാത്തുൽ ബദനിൻ്റെ മറ്റൊരു പേര് സക്കാത്തുൽ ഫിത്തർ. ശരീരത്തിൻ്റെ സക്കാത്ത് എന്ന് പറയുന്നത് ഫിത്തർ സക്കാത്താണ്. സക്കാത്തുൽ ഫിത്തർ. 3. ദീർഘയാത്ര എത്രയാകുന്നു? 133 കിലോമീറ്ററാണ് ദീർഘയാത്ര. ചോദ്യം 4. അവസാനത്തെ അത്തഹിയാത്തിൽ ഏത് ഇരുത്തമാണ് സുന്നത്ത്? തവറുക്കിൻ്റെ ഇരുത്തമാണ് സുന്നത്ത്. ഇനി ഉത്തരം എഴുതാം.
ചോദ്യം 1. അറഫിൽ ഹാജർ ആവണം എപ്പോൾ? ഉത്തരം ദുൽഹിജ്ജ 9 ഉച്ച തിരിഞ്ഞ മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജർ വരെയാണ് അതിൻ്റെ സമയം. ചോദ്യം 2. ഇഹ്റാം എന്നാൽ എന്ത്? ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ രണ്ട് പറഞ്ഞതും. ഇഹ്റാം എന്നാൽ ഹജ്ജിൽ പ്രവേശിക്കുന്നു എന്ന് കരുതലാണ് ഇഹ്റാം. അത് ചോദ്യം അങ്ങനെ ഉണ്ടാവാറുണ്ട്. 3. ജംഉ തഖ്ദീം എന്നാൽ എന്ത്? ഉത്തരം അസ്ർ ളുഹറിൻ്റെയും ഇശാ മഗ്രിബിൻ്റെയും സമയത്തേക്ക് മുന്തിച്ചു നിസ്കരിക്കലാണ് ജംഉ തഖ്ദീം. ഇതിൽ തഖ്ദീം പറഞ്ഞാൽ മുന്തിക്കുകയും തഅഖീർ പറഞ്ഞാൽ പിന്തിപ്പിക്കുക എന്നർത്ഥം. അപ്പോൾ അത് തന്നെ മനസ്സിലാക്കണം. മുന്തിക്കുക പറയുമ്പോൾ അസ്റിനെ ളുഹർക്ക്, ഇശാഇനെ മഗ്രിബിക്ക് മുന്നിക്കാക്കുക. മറ്റേ തഅഖീർ പറഞ്ഞാൽ പിന്തിപ്പിക്കുക പറഞ്ഞാൽ മഗ്രിബിനെ ഇശായിലേക്കും ളുഹറിനെ അസ്റിലേക്കും. അത് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വ്യത്യാസം മനസ്സിലാക്കട്ടോ. 4. സക്കാത്ത് 2 വിധം ഏതെല്ലാം? സക്കാത്തുൽ ബദൻ, സക്കാത്തുൽ മാൽ. 5. മുഗല്ലലായ നജിസ് ഏതാകുന്നു? നായ, പന്നി ഇവയിൽ നിന്ന് ജന്മം കൊണ്ടവയാണ് മുഗല്ലലായ നജിസ്, അതായത് കഠോരമായ നജിസ്. ഈ മുഗല്ലൽ, മുഖഫഫ്, മുത്തവസ്സിത്ത് എന്നുള്ളതിൻ്റെ മലയാളം പഠിച്ചു വെക്കുക. മുഗല്ലൽ കഠോരമായത്, മുത്തവസ്സിത്ത് എന്നാൽ മീഡിയം, പിന്നെ മുഖഫഫ് നേരിയ നജസ്, അതായത് കട്ടി കുറഞ്ഞ നജസ്. ഇനി വ്യക്തമാക്കാം. ചോദ്യം 1. ഹജ്ജിൻ്റെ മീഖാത്തുകൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. യലംലം, ദുൽ ഹുലൈഫ, ജുഹ്ഫ, ഖർനുൽ മനാസിൽ, ദാത്തുൽ ഇർഖ്. 2. നോമ്പ് ഹറാമായ ദിവസങ്ങൾ. 1. 2 പെരുന്നാൾ ദിവസം. 2 അയ്യാമു തശ്രീഖ്. 3 ഷക്കിൻ്റെ ദിവസം. ഇതിലൊക്കെ ഹറാമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 3 ശർഈയായ വിധികൾ ഏതെല്ലാം? ഫസ്റ്റ് പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഹറാം, വാജിബ്, ഹറാം, സുന്നത്ത്, കറാഹത്ത്, ഹലാൽ. ഈ അടുത്ത പ്രവർത്തനം യോജിച്ച സ്ഥാനത്ത് എഴുതാം. ബ്രാക്കറ്റിൽ ഹജ്ജിൻ്റെ വാജിബാത്തുകൾ, ഹജ്ജിൻ്റെ ഫർളുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വേർതിരിച്ച് എഴുതാം. ഇനി അവസാനത്തെ പ്രവർത്തനം ഖുതുബയുടെ ഫർള്, ഖുതുബയുടെ ഷർത്ത്, ഖുതുബയുടെ സുന്നത്ത്. ഇത് ബ്രാക്കറ്റിൽ നിന്ന് വേർതിരിക്കുക. 1. അറബി ഭാഷയിലായിരിക്കൽ. അത് ഖുതുബയുടെ ഷർത്തിൽപ്പെട്ടതാണ്. ഖുതുബയുടെ ഫർള് എന്ന് പറഞ്ഞാൽ ഖുതുബയുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. അപ്പം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അറബി ഭാഷയിലാകുക എന്നുള്ളത് ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതല്ലേ. പിന്നെ അള്ളാഹുവിനെ സ്തുതിക്കൽ, അതൊക്കെ ഖുതുബയുടെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ ഖുതുബയുടെ ഫർളാണ്. പിന്നെ ശ്രദ്ധിച്ചു കേൾക്കൽ, അത് ഖുതുബയുടെ സുന്നത്താണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യൽ, അത് ഖുതുബയുടെ ഫർളാണ്. കാരണം അതും ഖുതുബയുടെ ഉള്ളിലുള്ളതാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുക. പിന്നെ ഖതീബ് പുരുഷനായിരിക്കൽ, അതോ അത് ഷർത്താണ്, ഫർളല്ല. പിന്നെ ബാങ്ക് കേൾക്കും വരെ മിമ്പറിൽ ഇരിക്കൽ, അത് ഖുതുബയുടെ സുന്നത്താണ്. അപ്പോൾ ഇതൊക്കെയാണ് 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.